എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിങ്കിൾസിനെ പറ്റി എല്ലാം കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇപ്പം എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റിങ്കിൾസ് തന്നെയാണ്, ചുളിവുകൾ. ഒരു 40 വയസ്സിന് ശേഷമാണ് നമ്മുടെ സ്കിന്നിൽ കണ്ണിൻ്റെ അടിയിലും കഴുത്തിലും ഒക്കെ ആയിട്ട് ചുളിവുകളുണ്ടാകുന്നത്. ചിലവരുടെ ഫേസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫേസിൽ ഒരു കുഴപ്പവും കാണുന്നില്ല, പക്ഷേ കഴുത്തെന്താണ് ചുളുങ്ങി ഇവിടെ കൊണ്ട് മടക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. അപ്പോൾ അത് ഭയങ്കര ഒരു ബോറല്ലേ? അപ്പം ഒരു 3-4 പേരാണെന്നത്, ഒരു 3-4 പേരോളം എന്നോടിങ്ങനെ വാട്സപ്പിൽ വന്ന് പറഞ്ഞു, എൻ്റെ മുഖത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ എൻ്റെ കഴുത്ത് പിന്നെ ചുളുങ്ങിയിരിക്കുകയാണ്, ഒരു മടക്ക് പോലെ വന്നിരിക്കുന്നു, അതിന് എന്നാ ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അവരോട് അന്നേരം തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇന്നവൾ ചെയ്താമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു. കഴുത്തിലെ ചുളിവെന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭംഗിയാണല്ലേ. മുഖം നന്നായിട്ടുണ്ട് കഴുത്ത് ചുളിഞ്ഞിരിക്കുന്നത്. ചിലവരുടെ മുഖവും ചുളിവുകൾ വരും, കഴുത്തും ചുളിവുകൾ, പക്ഷേ വലിയ പ്രായമൊന്നും ഇല്ലതാനും. കഴുത്തിലും മുഖത്തിനെക്കാട്ടി കൂടുതൽ ചിലർക്ക് ചുളിവ് വരും. അതൊരു അഭംഗികേടല്ലേ? മുഖത്ത് ചുളിവ് വന്നാലും കഴുത്തിൽ ചുളിവ് വന്നാലും കണ്ണിനടി കറുപ്പ് വന്നാലും കണ്ണിനടി റിങ്കിൾസ് തുടങ്ങിയാലും ഒക്കെ എല്ലാവർക്കും ഇപ്പം ഭയങ്കര ടെൻഷനാണ്. ഈ ടെൻഷനാണെന്ന് പറയാൻ കാരണം എനിക്ക് അതുപോലുള്ള വാട്സപ്പ് മെസ്സേജുകൾ വരാനുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്ന കാര്യമാണ്. പിന്നെ എല്ലാവരും എന്നോട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്താടെ മുഖമൊക്കെ ഇരിക്കുന്നതുണ്ടോ, അല്ലെ ഇത്താടെ കഴുത്തൊക്കെ ആണല്ലോ, ചുളിവൊന്നും ഇല്ലല്ലോ, അപ്പം ഞങ്ങൾക്കും അതുപോലെ ആകണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളങ്ങനൊന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. നമ്മൾ ഓരോ കാര്യങ്ങളും വീട്ടിൽ പല കാര്യങ്ങളും ചെയ്തു പോയാൽ തന്നെ നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ലാതെ വരും. നമുക്കൊരു പ്രായമാകുമ്പോൾ, ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന പോലെ തന്നെ, പ്രായമാകുമ്പോൾ നമുക്ക് ചുളിവ് വരും. പക്ഷേ നമുക്കതിനെ ഒരു പരിധി വരെ നല്ല രീതിയിൽ തടഞ്ഞു നിർത്താൻ പറ്റുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടുന്നതും കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതും. അപ്പം നമ്മുടെ കഴുത്തിലെ ചുളിവ്, അപ്പോൾ എല്ലാവർക്കും ഈ കഴുത്തിൻ്റെ ഇവിടം കൊണ്ട് ഇങ്ങനെ ആദ്യമേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വരയൊക്കെ ഉണ്ട്. പക്ഷേ ഈ വര ഇങ്ങനെ ഒന്ന് ചുളിഞ്ഞു വരും, ഇങ്ങനെ ഒന്ന് മടക്ക് പോലെ വരും ഈ വര വന്നിട്ട്. അത് നമുക്ക് ഭയങ്കര ഒരു ബോറായി തോന്നും. നമുക്ക് ഭയങ്കര സാഗിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു അഭംഗിയാണ്. അപ്പം നമ്മൾ ഈ കഴുത്തിലെ ചുളിവ് നമുക്ക് നിസാരമായിട്ട് മാറ്റിയെടുക്കാം. പക്ഷെ നമ്മൾ എന്തായാലും കുറച്ച് കഷ്ടപ്പെടണം അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഇന്ന് നമുക്ക് ചെയ്തിട്ട് നാളെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് നടക്കത്തില്ല. ഏത് ശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാം. എന്തിനു വേണ്ടി നമ്മൾ ശ്രമിച്ചാലും കുറേ പരിശ്രമിച്ച് കഴിയുമ്പം നമ്മൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഞാൻ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരാളാണ്. നമുക്ക് ഒരുപാട് മസാജുകളും കാര്യങ്ങളും പായ്ക്കുകൾ, അതുപോലെ തന്നെ പല ഓയിലും വെച്ചുള്ള മസാജുകളൊക്കെ ഉണ്ട് നമ്മുടെ കഴുത്തിൻ്റെ ചുളിവ് മാറിക്കിട്ടാനായിട്ട്. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പം ഈ ചിലവർക്ക് കഴുത്തിന് നല്ല തടിയുള്ള ആൾക്കാരാണ്. അപ്പം ചിലർ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ പൊതുവേ പെട്ടെന്ന് എന്താണ്, കഴുത്തിൽ പെട്ടെന്ന് ചുളിവ് വീഴും, ആ ഒരു സ്കിന്നൊക്കെ നന്നായിട്ട് സാഗ് ചെയ്യും. അപ്പം നമ്മുടെ സ്കിന്നിത് ഇങ്ങനെ പിടിക്കുമ്പം, നിങ്ങൾ നോക്കി, ഇങ്ങനെ പിടിക്കുമ്പം നമുക്കറിയാം നമുക്ക് സ്കിന്നിന് കട്ടിയുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ അത് എൻ്റെ ഈ കഴുത്തിൽ ഞാനിങ്ങനെ പിടിക്കുമ്പം നല്ല കട്ടിയാണ് തൊലിക്ക്. ചിലവരുടെ സ്കിൻ അങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരും. ഇങ്ങനെ നമ്മളൊരു തൊലി ഇങ്ങനെ എക്സ്ട്രാ തൊലി വലിഞ്ഞു വരുന്ന പോലെ ഇങ്ങനെ എലാസ്റ്റിക്കായിട്ട് വലിഞ്ഞു വരുന്നത് കാണാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. അപ്പം ഉണ്ടാകുന്നതിന് പ്രധാന കാരണം വണ്ണമുള്ളവർ പെട്ടെന്ന് വണ്ണം കുറയ്ക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ണം ഉള്ള ആൾക്കാർ ഒരു ഏജ് കഴിയുമ്പോഴത്തേനും അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇലാസ്റ്റിക്കത നഷ്ടപ്പെട്ടു പോകും. പെട്ടെന്ന് തന്നെ ഇലാസ്റ്റിക്കത 40 വയസ്സ് കഴിയുമ്പോൾ അവരുടെ പെട്ടെന്ന് ഇലാസ്റ്റിക്കത നഷ്ടപ്പെട്ടു പോയിട്ട് അവരുടെ മുഖത്തിൻ്റെ അവിടെ ഇങ്ങനെ സാഗ് ചെയ്യാൻ തുടങ്ങും. കഴുത്തിൻ്റെ അവിടെ ഭയങ്കരമായ രീതിയിൽ ഈ സ്കിന്ന് വലിയാൻ തുടങ്ങും. അപ്പം നമ്മുടെ സ്കിന്ന് എപ്പോഴും ഇങ്ങനെ ടൈറ്റായിട്ട് നമ്മൾ പിടിക്കുമ്പോൾ പിടിച്ച് നിൽക്കണം, അത് നല്ല കട്ടിക്കിരിക്കണം. ആ രീതിയിൽ നമുക്ക് സ്കിന്നിരിക്കണം. അപ്പം എനിക്ക് 50 വയസ്സായല്ലോ. അപ്പം നമ്മളെ ആ സ്കിന്ന് പിടിക്കുമ്പോൾ നല്ല കട്ടിയാണ്. വേണമെങ്കിൽ എൻ്റെ സ്കിന്നും സാഗ് ചെയ്യാം, ഇങ്ങനെ ചുളുങ്ങാം ഒക്കെ ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് അത് വരാത്തത്? പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു പ്രായമായി കഴിയുമ്പോൾ വരുവേ, അത് ഓർത്തോണം, വരാതിരിക്കത്തില്ല. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു സ്കിന്ന് നല്ല രീതിയിൽ അത്യാവശ്യം ടൈറ്റാക്കി കൊണ്ടുവരാൻ പറ്റും. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇന്ന് കാണിക്കാൻ പോകുന്നതും അതിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ കഴുത്തിലുള്ള ചുളിവുകൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഒരുപാട് ചുളിവൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കഷ്ടപ്പെടണം, എന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ.
തീർച്ചയായിട്ടും ഇതൊരു 35-30 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ കഴുത്തിൻ്റെ ഒരു നല്ലൊരു മസാജും കാര്യങ്ങളും പായ്ക്കും ഒക്കെ ഇട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 70 വയസ്സായാലും നിങ്ങളുടെ കഴുത്ത് എന്താണ് നല്ല സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴുത്തിലെ ചുളിവുകൾ പെട്ടെന്ന് എത്ര പ്രായമായാലും നമ്മുടെ കഴുത്തിലെ ചുളിവുകൾ മാറ്റാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് ഒന്നും വരാതിരിക്കാനായിട്ടും കഴുത്ത് നല്ല എന്താ പറയുക സ്റ്റിഫായിട്ടിരിക്കാനായിട്ടും നല്ല ഷൈനിങ് ആയിട്ടും നമ്മുടെ കഴുത്തിനൊരു നല്ല മിനുമിനുപ്പുണ്ടാകും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ടുമുള്ള നല്ലൊരു മസാജും ബാക്കി കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക, ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കഴുത്തിനാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ കഴുത്തിൽ നല്ല രീതിയിൽ ഒന്ന് ക്ലെൻസൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കഴുത്തൊക്കെ ഒന്ന് തുടച്ചു. കാരണം ഇനി അതിന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴുത്ത് നന്നായിട്ടൊന്ന് ക്ലെൻസൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കാണിക്കുക എന്താണ്. ഫസ്റ്റ് നമുക്ക് ഒരു 2-3 സാധനം നമുക്ക് ഇതിനകത്ത് വേണം. അപ്പോൾ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ സാധനം എടുത്തുകൊണ്ട് വരാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് നമുക്ക് ആദ്യം ഫസ്റ്റായിട്ട് വേണ്ട വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. ഇപ്പം ഇത് നിങ്ങൾ ചിലവർ പറയും വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് വേണം. ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എന്തായാലും വേണം. മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ വലിയ വിലയൊന്നുമില്ല വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിച്ച് വെക്കണം, ആവശ്യമാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നിങ്ങൾക്ക് ഫേസിലാണെങ്കിലും പല പായ്ക്കുകളിൽ ആഡ് ചെയ്യാനാണെങ്കിലും പല കാര്യങ്ങൾക്കും നല്ലതാണ് ഈ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അത് പല കാര്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടും സ്കിന്ന് നല്ല ഷൈനിങ്ങും ഗ്ലോയും ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറാനായിട്ടൊക്കെ ഒരുപാട് നല്ലതാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഈ ഓയിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാനിതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഒരെണ്ണം മതി കേട്ടോ. ഇത് നമ്മുടെ കഴുത്തിന് മാത്രം കാണിക്കാനാണ്, ഒറ്റ ഒരെണ്ണം മതി. അപ്പോൾ ഇനിയും നമുക്ക് എന്താ വേണ്ടത്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിൽ നിത്യേന ഒരു അയലോക്കത്ത് ഇത് തിരക്കി പോകേണ്ട നമ്മുടെ വീട്ടിൽ മിക്കവാറും കാണുന്നൊരു സംഭവമാണ് നാരങ്ങ. നാരങ്ങയുടെ ഗുണം ഒരുപാടാണ്. ചില സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊന്നും നാരങ്ങ പിടിക്കത്തില്ല, പക്ഷേ മുഖത്താണ് കൂടുതലും പിടിക്കാത്തത്. കഴുത്തിലൊന്നും ആർക്കും പിടിക്കാഴികയൊന്നുമില്ല. ചിലവർക്ക് ഇച്ചിങ്ങി പോലെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ നാരങ്ങാ നീരിന് പകരം നിങ്ങൾ തക്കാളി നീര് ഉപയോഗിക്കുക കേട്ടോ. തക്കാളി നീര്, നാരങ്ങയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ഇച്ചിങ്ങോ ചോസിലോ ഉണ്ടെന്നുള്ളവർ തക്കാളി നീര് ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പകുതി തന്നെ നമുക്ക് വേണം. തക്കാളി നീരാണെങ്കിലും ഒരു പകുതി തക്കാളിയുടെ നീര് വേണം കേട്ടോ. നാരങ്ങ എന്ന് പറയുന്ന സംഭവം എന്താണെന്നറിയോ, സ്കിന്നിന് ഒരുപാട് ഗുണമുണ്ട്. സ്കിന്നിന് റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ ഡ്രൈനെസ് മാറ്റാൻ സഹായിക്കുന്നു, സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും നല്ലൊരു മിനിമിനിപ്പ് നമ്മുടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആകാനും മിനുസം കിട്ടാനും സഹായിക്കുന്നു. പ്രധാനമായിട്ടും നാരങ്ങ നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്നു. ഏറ്റവും മെയിനായിട്ട് റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്നു. കാരണം നമ്മളെ പല പായ്ക്കുകളിലും മിക്സ് ചെയ്യാനും ഇട്ട് പിഴിഞ്ഞിട്ട് നമ്മൾ ഫേസിൽ തേക്കണം, ഒത്തിരി നല്ലതാണ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പ്രായം ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇന്നൊരു നാരങ്ങാനീര് എല്ലാ പായ്ക്കളിലും ഉൾപ്പെടുത്തണം. നാരങ്ങാനീര് അലർജി ഉള്ളവർ തക്കാളി ഉൾപ്പെടുത്തണം. ഏറ്റവും എഫക്റ്റീവ് നാരങ്ങ തന്നെയാണ് കേട്ടോ. നമുക്കിതിലേക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്, വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ നല്ല വെളിച്ചെണ്ണ, അതായത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഈ വെർജിൻ കോക്കനട്ട് ഓയിലിന് ഒരു പ്രത്യേക ഗുണമുണ്ടെന്നാണെന്നറിയോ, ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യുമ്പോൾ കുരുക്കളുണ്ടാവത്തില്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുരുക്കളുണ്ടാകാതിരിക്കും. ഈ ഒരു വിരിഞ്ഞിട്ട് അത് ഒക്കെ ഉരുക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് കുരുക്കൾ അധികം ആവുന്നില്ലെന്ന് കുറേ പേര് പറയുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായി തേക്കുമ്പോൾ കുരുക്കൾ വരുന്നു, പക്ഷേ ഈ ഒരു ഓയിൽ വെച്ച് മസാജൊക്കെ ചെയ്യുമ്പോൾ കുരുക്കളുണ്ടാകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അങ്ങനെ കുരുക്കളൊക്കെ വരുന്നുള്ളവർ ഈ ഒരു വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഈ വെർജിൻ കോക്കനട്ട് ഓയിലും തേക്കുമ്പം കുരുക്കളാണെന്നുണ്ടെങ്കിൽ എന്താണ് തക്കാളി നീരും ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇല്ലേ, ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് മിക്സ് ചെയ്തേക്കാം. ഫ്ലാക്സ് സീഡ് നല്ലൊരു പായ്ക്കായിട്ടും ഒക്കെ നമുക്ക് നമ്മുടെ ഫേസിലും മുഖത്തും ഒക്കെ ഇടാം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമ്മുടെ ഈ കോക്കനട്ട് ഓയിലും വെർജിൻ കോക്കനട്ട് ഓയിലും ഒക്കെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെന്താണ് മൂന്നും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കഴുത്തിലോട്ട് തേച്ച് പിടിപ്പിക്കാം. കയ്യിലൊക്കെ നല്ലതായിട്ട് ഈ ഒരു മിശ്രിതം നന്നായിട്ട് പുരട്ടുക. എന്നിട്ട് ആദ്യം നമ്മളിത് നല്ല പ്രഷർ ചെയ്തിട്ട്
അതായത് പിന്നെ ഒരുപാട് റിങ്കിൾസും കാര്യങ്ങളും ഉള്ളവർ നല്ല പ്രഷർ ചെയ്ത്, അത് അത്യാവശ്യം പ്രഷർ, ഒരുപാട് പ്രഷറില്ല, അന്ന് തൊണ്ട പിടിച്ച് ഞെക്കൊന്നും വേണ്ട, അത്യാവശ്യം പ്രഷർ ചെയ്ത് മസാജ് കൊടുക്കുക. അല്ലാതെ റിങ്കിൾസൊക്കെ ഇല്ല, എനിക്ക് മസാജ് ചെയ്ത് പോകാം, നമ്മുടെ റിങ്കിൾസൊക്കെ വരുന്നൊന്ന് തടയാം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർ സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുക. കൈ ഒന്നിനൊന്നിന് പുറകെ പോവുക. ഇങ്ങനെ ഒരു 10 വട്ടം നമ്മൾ ചെയ്യുക. ഞാൻ എപ്പോഴും 10 വട്ടമാണ് പറയുന്നത്, 10 വട്ടം ചെയ്യുക. എന്നിട്ട് ഈ കൈയുടെ ഇവിടം വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇവിടുത്തെ റിങ്കിൾസൊക്കെ ഇങ്ങനെ അങ്ങ് പോയി പുറകോട്ടങ്ങ് പൊക്കോളൂ. എന്ന് വെച്ചിട്ട് പുറകെ പോയി ആ ഒരു കൂടി തുള്ളി ചുളുങ്ങിയൊന്നും ഇരിക്കത്തില്ല. അങ്ങനെയാണ് നമ്മളൊരു കറക്റ്റ് മസാജ് രീതി ചെയ്യേണ്ടത്. ഇങ്ങനെ അങ്ങ് പുറകോട്ടങ്ങ് വലിച്ചു വിടുക. അപ്പോൾ ഇത് നമ്മളൊരു 10 തവണ ചെയ്യുക. എന്നിട്ട് നമ്മുടെ അടുത്തത് ഈ ഒരു മസാജ് കൊടുക്കുക. ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് ഇങ്ങനെ കൊടുക്കുക. അത് നമ്മൾ ഇവിടം വരെ കൊടുക്കുക. മേളിൽ നിന്ന് തുടങ്ങുക. അങ്ങനെ 1, പിന്നെ ഇങ്ങനെ ചെയ്ത് പിന്നെ 2, അങ്ങനെ 10 വട്ടം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കണം. പിന്നെ അടുത്ത കൈ കൊണ്ട് 1, 2, 3, 4. ഇത് നമ്മൾ 10 വട്ടം തന്നെ കൊടുക്കണം. അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ, ഇച്ചിരി ഇച്ചിരി പാടാണ് ചെയ്യാനായിട്ട്, പക്ഷെ നമ്മൾ പതുക്കെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്തിട്ട് 1 കൂട്ടണം. അതുപോലെ തന്നെ 2, 3, ഇങ്ങനെ നമ്മൾ 10 വട്ടം ചെയ്യണം. ഇനി നമുക്ക് കൊടുക്കേണ്ട മസാജ് ഈ ഒരു ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ. അപ്പോൾ 1 2, 3, 4, ഇങ്ങനെ നമ്മൾ 10 വട്ടം നമ്മൾ കൊടുക്കണം കേട്ടോ. അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. പെടലി ഇവിടെ ഇങ്ങനെ പിടിക്കുക. 2 കൈയും വെച്ചിട്ട് നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 1, 2, 3, 4, ഇങ്ങനെ ഒരു 10 വട്ടം നമ്മൾ മസാജ് കൊടുക്കുക. വീണ്ടും നമ്മൾ ഇങ്ങനെ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കണം 10 വട്ടം. അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുക. 2 കൈയും വെച്ച് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. 2, 3, 4, 5, ഇങ്ങനെ 10 വട്ടം ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിൽ 1 മിനിറ്റ് ചെയ്യണേ. ഈ തട്ടുന്ന ഒരു വശത്ത് 1 മിനിറ്റ് ചെയ്യുക. അടുത്ത വശത്തും 1 മിനിറ്റ് ചെയ്യുക. ഇത് ടാപ്പിംഗ് ചെയ്യുക എന്ന് പറയുവേ.
ഇതെല്ലാം കൂടെ മൊത്തം 1 മിനിറ്റ് നമ്മൾ ഇത് ചെയ്യാൻ അടുത്ത് എന്ത് ചെയ്യണം, കഴുത്ത് മേളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഞാനിപ്പോൾ കാണിക്കുന്നത് ഈ വായ പിന്നെ എന്താ പറയുക, നമ്മളിങ്ങനെ വെക്കത്തില്ലേ, ഇങ്ങനെ വെക്കത്തില്ലേ, അതുപോലെ ഈ കഴുത്ത് മേളിലോട്ട് പോയിട്ട് മേളിലോട്ട് പൊക്കി പിടിച്ചിട്ട് നമ്മൾ അതുപോലെ വെക്കുക. അങ്ങനെ ഒരു 10 വട ചെയ്യണം. ഒത്തിരി നല്ലതാണ് നമ്മുടെ കഴുത്ത് സ്ട്രെച്ച് ആയിട്ടിരിക്കാനായിട്ട്, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആവാനായിട്ട്. ഒരുപാട് നല്ല രീതിയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കഴുത്ത് സ്ട്രെച്ച് ആവാനായിട്ട് നല്ലൊരു എക്സസൈസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യണം. അപ്പം ഞാൻ പറയുന്ന പോലെ ചെയ്യുക. മേളിലോട്ട് കഴുത്താക്കുക. കണ്ടോ, ഇവിടെ നല്ല നമുക്ക് തൊടുമ്പോൾ അറിയാം നല്ല സ്ട്രെച്ചായിട്ട് നമ്മുടെ ആ ഒരു കഴുത്ത് സ്ട്രെച്ച് ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇത് നമ്മൾ 10 വട്ടം ചെയ്യണം. ഇത് മുടങ്ങാതെ ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഈ ഒരു കഴുത്തിൻ്റെ. അപ്പം ഞാൻ ഈ കാണിച്ച മസാജ് എല്ലാം റൊട്ടീനായിട്ട് തന്നെ ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 30-35 വയസ്സ് കഴിഞ്ഞവരൊക്കെ നോർമലായിട്ട് ചെയ്തു പോവുക. അതായത് ഇടയ്ക്കും 2 ദിവസം കൂടുമ്പോഴും ഒക്കെ സോഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്തു പോവുക. നല്ല രീതിയിൽ റിങ്കിൾസും കാര്യങ്ങളും ഇവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലൊക്കെ സ്കിന്നൊക്കെ ഉള്ളവർ, ഞാൻ ഈ മേലോട്ട് സ്ട്രെച്ച് ചെയ്ത് കാണിച്ച എക്സസൈസ് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിങ്കിൾസും കാര്യങ്ങളും ഇച്ചിരി മടക്കുകളും ഒക്കെ ഉള്ള ആൾക്കാരെ മടക്കൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. അപ്പം നിങ്ങളിത് മുടങ്ങാതെ ചെയ്യണം. ഉള്ള ആൾക്കാർ, ഇല്ലാത്തവർ നിങ്ങൾ ആ ചെയ്യുന്ന 2-3 ദിവസം വിട്ടിട്ട് കൂടുമ്പോൾ ഇത് ചെയ്തു പോയാൽ മതി. പിന്നെ നമ്മളെപ്പോഴും മസാജ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വേർക്കും, പെട്ടെന്ന് തന്നെ വേർക്കും. അത് നമ്മുടെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വേർപ്പ് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ ശരീരം കൊണ്ട് എക്സസൈസ് ചെയ്താലും നമ്മുടെ മറ്റുള്ള ശരീരഭാഗങ്ങളിൽ മസാജുകളൊക്കെ കൊടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് വേർക്കും. അപ്പം അങ്ങനെ വേർക്കണമെന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. മെയിനായിട്ട് നമ്മൾ ഒന്നും ചെയ്തില്ല. മിക്കവാറും ആൾക്കാർ ഫേസിലൊക്കെ എന്തെങ്കിലും പായ്ക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിലും കഴുത്തിൽ ആദ്യം അങ്ങനെ ഒന്നും കൊടുക്കാറില്ല അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ട കഴുത്താണ്. ഫേസിനെക്കാട്ടി പെട്ടെന്ന് തന്നെ റിങ്കിൾസ് കഴുത്തിലുണ്ടാകും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ കൊടുത്തു പോവുക. ഈ സാധാരണ രീതിയിലുള്ള ചെറിയ റിങ്കിൾസ് ഒക്കെ ഉള്ളവർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ റിങ്കിൾസ് നല്ല രീതിയിൽ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൂടുതലുള്ള ആൾക്കാർ 1 മാസം അടുപ്പിച്ച് നല്ല രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് വരും. അപ്പം മുടങ്ങാതെ ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് കഴുത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇനി ഞാൻ കഴുത്തിനെ പറ്റി പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ച് പറഞ്ഞത്. കാരണം കഴുത്തിനും മുഖത്തിനെക്കാട്ടും ചുളിവ് കൂടിയ കുറേ ആൾക്കാരുടെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കഴുത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു മസാജും കാര്യങ്ങളൊക്കെ കാണിച്ചത്. നേരത്തെ ഞാൻ ഇതുപോലെ കഴുത്തിന് വേണ്ടിയിട്ടുള്ള മസാജ് കാണിച്ചിട്ടുണ്ട്. അതും കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണിച്ചു തന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ.